2002 ലോകകപ്പ് അയർലൻഡ് ജർമ്മനി മത്സരം. ചരിത്രത്തിലെ ഏറ്റവും മോശം ജർമ്മൻ ടീമായിരുന്നു അത്. തുടക്കത്തിൽ ക്രോസിയുടെ ഗോളിൽ ലീഡ് നേടിയ ശേഷം റോബി കീൻ്റെ നേതൃത്വത്തിൽ അരച്ചാർത്ത് വന്ന അയർലൻഡിനെയാണ് പിന്നീട് കണ്ടത്. പക്ഷേ തുടർച്ചയായ അയർലൻഡ് ആക്രമണങ്ങൾ അവരുടെ ഗോൾ കീപ്പർക്ക് മുന്നിൽ പാഴാവുകയായിരുന്നു. അത് സാക്ഷാൽ ഒളിവർ ഗാന് മുന്നിൽ. ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഇത്രയേറെ കരീസ്മ സൃഷ്ടിച്ച ഒരു ഗോൾ കീപ്പർ എൻ്റെ ഫുട്ബോൾ ഓർമ്മകളിലില്ല. ബാറിന് കീഴെ അസാധ്യമായ കമാൻഡിംഗ് പ്രസൻസ്, വൈകാരികതയിൽ പുതഞ്ഞ ചേഷ്ടകൾ. അയാൾ കാണികളുടെ പ്രിയപുത്രനാകുകയായിരുന്നു. എന്നാൽ അന്ന് അവസാന നിമിഷം റോബി കീന് മുന്നിൽ അയാൾ പരാജിതനാകുന്നുണ്ട്. പക്ഷേ അതിലയാൾ നിസ്സഹനായിരുന്നു. താരതമ്യേന ദുർബലരായ ജർമ്മൻ നിര ലോകകപ്പ് ഫൈനലിലേക്ക് എത്തുന്നത് ഒളിവർ ഗാന്റെ ഗോൾ കീപ്പിംഗ് മികവിലും ബെല്ലാക്കിൻ്റെ മുന്നേറ്റങ്ങളിലുമായിരുന്നു. പക്ഷേ ഫൈനലിൽ ബെല്ലാക്കിന് വിലക്ക് മൂലം കളിക്കാനായിരുന്നില്ല. അപ്പോൾ ഗാനുണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്നാൽ അയാൾ അതുവരെ നേടിയതിനെല്ലാത്തിനും മുകളിൽ ഫൈനലിലെ പിഴവ് കാണികൾക്ക് മുന്നിൽ എഴുതപ്പെടുകയായിരുന്നു എന്ന്. ഒരു ലോകകപ്പിൽ ഗോൾഡൻ ബോൾ നേടുന്ന ആദ്യ ഗോൾ കീപ്പറായാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത്. പക്ഷേ അപ്പോഴും റൊണാൾഡോയുടെ ആദ്യത്തെ ഗോൾ അയാളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. ആ ഒരു ലോകകപ്പിലെ മികച്ച കളിക്കാരൻ മാത്രമായിരുന്നില്ല അയാൾ. 25 വർഷങ്ങൾക്ക് ശേഷം ബയൺ യൂറോപ്പിലെ ചാമ്പ്യന്മാരായ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ഒളിവർ ഗാൻ ആയിരുന്നു. 2 വർഷം മുമ്പ് വിജയമുറപ്പിച്ച ശേഷം ബാഴ്സലോണയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുമ്പിൽ കണ്ണീരണിഞ്ഞ് മ്യൂണിച്ചിൻ്റെ ആരാധകർക്ക് അയാൾ അന്ന് വിജയത്തിന് മധുരം നൽകുകയായിരുന്നു. തനിക്കാകുന്നെല്ലാം ചെയ്തിട്ട് പോലും തനിക്കൊന്നും ചെയ്യാനില്ലായിരുന്ന ആ 2 ഗോളുകളുടെ കണ്ണുനീർ അവിടെ അയാൾ കഴുകി കളയുകയായിരുന്നു യഥാർത്ഥത്തിൽ. അയാൾ പലപ്പോഴും ഗ്രൗണ്ടിൽ ഭ്രാന്തനെ പോലെ കാണപ്പെടുമായിരുന്നു. മറ്റു ചിലപ്പോൾ ലോകത്തൊരു പകരക്കാരനില്ലാത്തവനായും. ചിലപ്പോൾ അയാൾ നിസ്സാരമായ പിഴവുകൾ വരുത്തിയേക്കാം. മറ്റു ചിലപ്പോൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന സേവുകളും. പക്ഷേ അയാളുടെ വീരിതിഹാസങ്ങളിലായിരുന്നു ചരിത്രങ്ങളേറെയും. 8 ബുണ്ടസ് ലീഗയും 6 DFB പോകലും ചാമ്പ്യൻസ് ലീഗും അടക്കം അയാൾ കിരീടങ്ങളുടെ പറുദൂസിയിലായിരുന്നു വാണിരുന്നത്. പക്ഷേ അയാൾ പലപ്പോഴും പാവഭാരമേറ്റ് മുൾക്കിരീടമേറ്റവനെ പോലെയും കാണുമായിരുന്നു. തൻ്റെ 557 ബുണ്ടസ് ലീഗ മത്സരങ്ങളിൽ 205 അയാൾ ഗോൾ വഴങ്ങിയിരുന്നില്ല. പക്ഷേ അയാളുടെ പരാജയങ്ങൾ പലപ്പോഴും വാർത്തയാകുമായിരുന്നു. ജർമ്മനിയുടെ 1-ാം നമ്പർ ഗോൾ കീപ്പറാകാൻ ജെൻസ് ലെഫാൻ എന്നും ശ്രമിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഇതിനിടെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകളും പലപ്പോഴും ഒളിവർ ഗാനെ കളത്തിൽ ബാധിക്കുവാൻ തുടങ്ങി. തൻ്റെ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കുവാൻ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു ഗാൻ. അതുകൊണ്ട് തന്നെയായിരുന്നു അയാളെ ആരാധകർ അത്രയേറെ സ്നേഹിച്ചത്. 2001 ബുണ്ടസ് ലീഗിൽ ഹാൻസ്ലോഷ്ലിക്കെതിരെ അവസാന നിമിഷങ്ങളിൽ 3-2 തോറ്റു നിൽക്കുമ്പോൾ കോർണർ കിക്കിൽ പഞ്ച് ചെയ്തുകൊണ്ട് ഗോളടിച്ചതും അതാഘോഷിച്ചതും തുടർന്ന് ചുവപ്പ് കാർഡ് കിട്ടി മടങ്ങിയതുമെല്ലാം ആരാധകരെ ഏറെ ത്രസിപ്പിക്കുകയാണ് ചെയ്തത്. ഒളിവർ ഗാന്റെ വിടവാങ്ങൽ മത്സരത്തിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ തടിച്ചു കൂടിയതോ 1.5 ലക്ഷത്തിലധികം ആളുകളായിരുന്നു. ലോകത്ത് മൈതാനത്ത് ഇതുപോലെ കാണികളെ എത്തിക്കാൻ കഴിവുള്ള മറ്റൊരു ഗോൾ കീപ്പറെ നമുക്കൊരിക്കലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുകയില്ല. അത്രയേറെ ഉണ്ടായിരുന്നു അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് സൃഷ്ടിച്ച കരീസ്മ. അയാളുടെ ഗോൾ കീപ്പിംഗ് മികവിനെ നേരിൽ കാണുവാൻ ഭാഗ്യം ചെയ്ത കാൽപന്ത് ആരാധകർക്ക് ഇന്നും എന്നും ഗാൻ വെറും ഒരു മനുഷ്യനായിരുന്നില്ല, അതിമാനുഷികനായിരുന്നു. വിധിയെപ്പോലും തിരുത്തുവാനും വെല്ലുവിളിക്കുവാനും കെൽപ്പുള്ള അമാനുഷികൻ. പല നായകന്മാരുടെയും സ്വപ്നങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഒളിവർ ഗാൻ ഇന്നും ആ കാലത്തിൻ്റെ പേടി സ്വപ്നമായി നിലകൊള്ളുകയാണ്. ജർമ്മനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ വരെ തയ്യാറായി ആ യുഗത്തിലങ്ങനെ നിൽക്കുകയാണ്. യുറാനിസിൻ്റെ ഭീമസന്തതികളിൽ ഒരാളായി ദ ടൈറ്റൻ ജർമ്മൻകാർ വിളിപ്പേരിട്ട് വിളിച്ച അതിമാനുഷികൻ, ജർമ്മൻകാരുടെ ഒരേ ഒരു നായകൻ, സാക്ഷാൽ ഒളിവർ റോഫ് ഗാൻ.